എനിക്ക് വേണ്ടത് 3 അടി മണ്ണ് മാത്രം. ആ 3-ാം ചുവട് പതിഞ്ഞത് തൃക്കാക്കരയിൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെ പൊന്നോണ ആശംസകൾ. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്കാലം മുതൽ നമ്മൾ കേൾക്കുന്നൊരു കഥയുണ്ടല്ലേ. നമ്മളെ വളരെ നീതിമാനായിട്ടുള്ളൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേരാണ് മഹാബലി. ആ മഹാബലിയെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തുകയും ആ മഹാബലി തമ്പുരാൻ നമ്മളെ പ്രജകളെ കാണാൻ വരുന്ന ആഘോഷമാണ് ഓണം എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കഥയാണ്. എന്നാൽ ഈ കഥയിൽ എത്രത്തോളം വസ്തുതകളുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് വസ്തുതാപരമായിട്ടൊന്ന് വിലയിരുത്തിയാലോ. സത്യത്തിൽ മഹാബലി കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ചരിത്രരേഖകളോ മറ്റ് തെളിവുകളോ ഇന്നും നമ്മുടെ പക്കലില്ല. മഹാബലിയുടെ കഥ എന്ന് പറയുന്നത് പുരാണ ഐതിഹ്യ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഓണം എന്ന ആഘോഷത്തെക്കുറിച്ചുള്ള റെഫറൻസുകൾ പുരാതന കാലം തൊട്ടേ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് സംഘം കാലത്തെ മധുരൈ കനാച്ചിയിൽ ഓണം എന്ന ആഘോഷത്തെക്കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ തിരുക്കാക്കര ക്ഷേത്രത്തിലെ ശാസനകളിലും ഓണം എന്ന ആഘോഷത്തെക്കുറിച്ച് പരാമർശിച്ചതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് മാവേലി ശരിക്കും വന്നോ അല്ലെങ്കിൽ വരാറുണ്ടോ എന്നതിനെക്കുറിച്ച് ചരിത്രത്തിൽ യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല. പക്ഷേ മലയാളിയുടെ മനസ്സുകളിൽ എന്നും മാവേലി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നതാണ് സത്യം.